ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളോട് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ കാർഷിക രംഗത്ത് നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമാണ് കാണുന്നത്. വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നില്ല. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ വന്നുപെടുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. അതുപോലെ തന്നെ പല അപവാദങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സമയമാണ് ഈ മെയ് ജൂൺ മാസം. എന്നാൽ കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ധനലാഭം, ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് ഈ മെയ് ജൂൺ മാസം. നിങ്ങളുടെ വരുമാന സ്രോതസ്സൊക്കെ വർദ്ധിച്ചിരിക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഈ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ചില അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ദമ്പതി ഭാവം അത്ര നല്ലതല്ല. ഭാര്യ ഭർത്താക്കന്മാർ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നുണ്ട്, അതൊന്ന് സൂക്ഷിക്കുക. അതുമൂലം കുടുംബത്തിൽ സമാധാനക്കുറവ്, ഈ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ സമാധാനക്കുറവ് ഉണ്ടാവും, കുടുംബത്തിൽ കലഹങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിദേശ യാത്ര ആഗ്രഹിച്ചിരുന്ന നക്ഷത്രക്കാർക്കൊക്കെ വിദേശ യാത്രയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. എനിക്ക് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ആഡംബര വസ്തുക്കളോട് പ്രിയം കൂടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ചില മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നത് അപവാദങ്ങൾക്ക് ഇടവരുത്താനുള്ള സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദയവായി തലയിടാൻ പോകരുത്. അടുത്ത ബന്ധുക്കളുടെ നീരസമായിട്ടുള്ള പെരുമാറ്റം നിങ്ങൾക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കും. വാഗ്ദാനങ്ങളൊക്കെ നൽകിയതിൻ്റെ പേരിൽ ഉറ്റമിത്രങ്ങളുമായിട്ട് പിണങ്ങേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം കാണുന്നുണ്ട്. കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും പ്രതീക്ഷയിൽ കവിഞ്ഞ പുരോഗതി തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ധനപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ സന്താന ഭാവം അത്ര ഗുണകരമല്ല. ജൂൺ മാസമൊക്കെ ആകുമ്പോൾ സന്താനങ്ങൾ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ചില വിശേഷമൊക്കെ ഉണ്ട്. അതൊക്കെ മാനസികമായിട്ടുള്ള സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വരുത്തും. നിങ്ങളുടെ ആത്മാർത്ഥത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനസഹായം ഉണ്ടാകുന്നതാണ്. ചില വിഷമഘട്ടങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനസഹായം ഉണ്ടാകും. അതുപോലെ തന്നെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഈ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ, ജൂൺ മാസം അവസാനമൊക്കെ ആകുമ്പോൾ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും സൽഫലങ്ങളുടെ മാറ്റം കൂട്ടാനുമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ചകളിലൊക്കെ ഗണപതി ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. വിഘ്നേശ്വര പ്രീതി നേടിയെടുത്തു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലൊക്കെ 21 ചെറുനാരങ്ങ കോർത്ത മാലയുമായി ഭദ്രകാളി ദേവി ക്ഷേത്രം ദർശിക്കുക, അമ്മയ്ക്ക് മാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സൽഫലങ്ങളുടെ കാഠിന്യം മാറ്റുകൂട്ടാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും ഉപകരിക്കുന്നതാണ്. എല്ലാവർക്കും അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.